പെണ്ണ് കേസ് പെണ്ണ് കേസിനെ പറ്റിയിട്ട് തന്നെ പറയാം. ഇപ്പം ഞാൻ ഇന്നലെ കുറച്ച് പറഞ്ഞെന്നല്ല പറഞ്ഞു തുടങ്ങിയിട്ട് സ്വന്തം അമ്മയ്ക്കും പെങ്ങൾക്കുമുള്ള ചെറിയൊരു കോറലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതികരണമായിട്ട് 1-2 കോളുകൾ എനിക്ക് വന്നു, 1-2 മെസ്സേജുകൾ എനിക്ക് വന്നു. അപ്പോൾ അതിൽ അനുകൂലിക്കേണ്ട ആളുകളായിട്ട് ഞാൻ അനുകൂലിക്കുന്നുണ്ട്, പ്രതികൂലിക്കേണ്ട ആളുകളായിട്ട് പ്രതികൂലിക്കുന്നുണ്ട്. ഞാൻ ആദ്യം പറയുന്നുണ്ട്, ഞാനൊരു പോക്കിരി, മഹാപോക്കിരിയാണ്. അപ്പോൾ ഈ പോക്കിരിത്തരം മാറ്റാൻ ഈ ഡോക്ടറിൻ്റെ ഇഞ്ചക്ഷൻ കൊണ്ട് കഴിയില്ല. പോക്കിരിത്തരം ആണ്. പിന്നെ അതുപോലെ എനിക്ക് കുറേ എൻ്റെ തലച്ചോറിൻ്റെ സെറ്റിങ്സേ വേറെയാണ്, എൻ്റെ ആവശ്യങ്ങളെ വേറെയാണ്. അമ്മ പെങ്ങള് എന്നൊക്കെ പറഞ്ഞാൽ അവരാരോ പാട്ടിൽ നിൽക്കുക, ഞാനത് വേറെ ലെവലിലാണ്. ഇപ്പോൾ വൈഫ് കല്യാണം കഴിച്ചു പോകുന്ന വൈഫ്, അത് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ രീതിയിലേക്ക് ആക്കാൻ നോക്കിയപ്പോൾ പറ്റിയില്ല. അതിന് മുന്നേ എനിക്ക് എത്ര കാമുകിമാരുണ്ടായിരുന്നു അറിയാം. സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. കാരണം എനിക്കൊരു പെൺകുട്ടീനോട് പ്രണയം തോന്നണമെങ്കിൽ പ്രഥമ ദർശനത്തിൽ ചിലരോട് തോന്നാറുണ്ട്. എൻ്റെ കുട്ടിക്കാലം മുതൽ പെൺപിള്ളേരെ കാണാൻ തുടങ്ങിയിട്ടുള്ളത്, പെണ്ണുങ്ങളെ കാണാൻ തുടങ്ങിയിട്ടുള്ളത് പ്രഥമ ദർശനത്തിൽ തോന്നിയിട്ടുണ്ട്. ചിലരോട് കുറച്ച് കഴിഞ്ഞിട്ട് തോന്നിയിട്ടുണ്ട്, ചിലരോട് തോന്നിയിട്ടേ ഇല്ല. അപ്പം എത്ര പ്രണയം എനിക്കുണ്ടായിരുന്നു എന്ന് വെച്ചാൽ എനിക്കറിയില്ല. പക്ഷെ റിയലായിട്ട് ഞാനൊരുത്തിനെ പ്രേമിച്ചു, കുറച്ച് കാലം അങ്ങനെ കൊണ്ടുനടന്നു. പക്ഷെ അത് നമുക്ക് പറ്റിയതല്ല എന്ന് കണ്ടോടുകൂടിയിട്ട് സ്റ്റോപ്പ് ചെയ്തു. എന്നെ സംബന്ധിച്ച് ആ സ്റ്റോപ്പിങ് അപ്പം സ്റ്റോപ്പ് ചെയ്തത് ഞാൻ എന്നും ഹാപ്പിയാണ്. നീ വൈഫ് കാര്യങ്ങൾ സൃഷ്ടിച്ച് സ്പോട്ടിൽ അവളുടെ അച്ഛൻ വന്ന് വിളിച്ചുകൊണ്ടതിൽ ഞാൻ ഇന്നും ഹാപ്പിയാണ്. ഇവിടെ ഹാപ്പിയുടെ പ്രശ്നമാണ്, ഞാൻ ഹാപ്പിയാണ്. അപ്പം ഇന്നലെ എന്നെ 2 പേര് ഈ ഒരു പെണ്ണ് കേസിൽ ഞാൻ ഈ അമ്മേനെ പറ്റിയിട്ടും പെങ്ങളെ പറ്റിയിട്ടും പറഞ്ഞതിൻ്റെ പേരിൽ 2 പേര് വിളിച്ചിരുന്നു. അത് വേറെ ഏതെങ്കിലും പെണ്ണുങ്ങളെ പറ്റിയിട്ട് മാത്രമായിരുന്നു പറഞ്ഞതെന്ന് വെച്ചാൽ പ്രശ്നമില്ല. എനിക്ക് പറയാനുള്ളത് ഇവരെ പറ്റി മാത്രമല്ല, ഒരുപാട് പെണ്ണുങ്ങളെ പറ്റിയിട്ടാണ്. ചില പെണ്ണുങ്ങൾക്ക് പ്രായം എത്തുമ്പോൾ മെച്യൂരിറ്റി ആവില്ല. ചില പെണ്ണുങ്ങൾക്ക് നല്ല ഒരു കുഞ്ഞു പ്രായത്തിൽ തന്നെ നല്ല മെച്യൂരിറ്റി ഉണ്ടായിരിക്കും. ഒരു ഡോക്ടർ പറഞ്ഞെന്താ വെച്ചാൽ, പെണ്ണ് എന്ന് പറഞ്ഞാൽ, നമ്മളൊരു സുഹൃത്ത് പറഞ്ഞതാണ്, പക്ഷെ അതിൻ്റെ റിയാലിറ്റി സത്യമാണ്, പൂച്ചയെ പോലെയാണ്. പൂച്ചക്ക് ആരാണോ ഭക്ഷണം കൊടുക്കുന്നത് അവരുമായിട്ട് പൂച്ച അങ്ങനെ ഇണങ്ങിക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പൂച്ചേനെ വേറെ ആരെങ്കിലും വിളിച്ചിട്ട് അതിന് ആ ആള് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ആ പൂച്ച അങ്ങോട്ടും ഇണങ്ങും. പക്ഷെ അതുകൊണ്ട് ഇത് കാണുന്ന പെണ്ണുങ്ങളുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കണം, ഇതേ ഡോക്ടർ പറഞ്ഞാട്ടെ, ആണിൻ്റെ സൈക്കോളജി പറഞ്ഞാൽ നായയെ പോലെ. നായക്ക് ഒരാൾ ഭക്ഷണം കൊടുത്താൽ നായ ഭയങ്കര ഇണക്കായിരിക്കും. പിന്നെ വേറൊരാൾ ഭക്ഷണം കൊടുത്താൽ നായ കഴിക്കില്ല എന്നല്ല, പക്ഷെ ആദ്യത്തെ ആളോടുള്ള ആ ഇണക്കുണ്ടല്ലോ, ആദ്യത്തെ ആളോ അല്ലെങ്കിൽ ആളുകളോ, ആ ഇണക്കും ഈ പൂച്ചയെ പോലെ നായയെ മാറ്റാൻ പറ്റില്ല. ഇനി അത് തന്നെ ചില നായ്ക്കൾ സ്പെഷ്യലാണ്. പല ഐറ്റം നായ്ക്കളുണ്ട്, ഡോബർമാന്, മറ്റേ എന്തൊക്കെ കുറേ ഐറ്റങ്ങളുണ്ട്, മറ്റേ അൽസേഷ്യന്, പോമറേനിയന്, ഡാഷൻഡ്, ഇങ്ങനെ പല ഐറ്റം നായ്ക്കൾ. ഈ പല ഐറ്റം നായ്ക്കളും പല സ്വഭാവം. പൂച്ചയിലും അതേപോലെ തന്നെ. ഞാൻ പറഞ്ഞ 5 വിരലുണ്ടെങ്കിൽ 5 ടൈപ്പാണ്, 5-5-10 വിരലുണ്ടെങ്കിൽ 10 ടൈപ്പാണ്. ഇവിടെ എത്ര കോടി ജനങ്ങളിൽ എത്ര കോടി സ്ത്രീകളുണ്ടോ, എത്ര കോടി പുരുഷന്മാരുണ്ടോ, എല്ലാവരും ഡിഫറെൻ്റ്, എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. പിന്നെ ചില നാളുകളെ ബേസ് ചെയ്തിട്ട്, ഇപ്പം എൻ്റെ നാള് പുണർദം, അമ്മേൻ്റെ നാള് ചോതി, പെങ്ങളെ നാള് പെങ്ങളെ നാള് ചോതി, അമ്മയുടെ നാള് ചതയം. ഈ ചതയം, ചോതി, പുണർദം എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇതിൻ്റെയൊക്കെ നക്ഷത്രത്തെ ബേസ് ചെയ്തുകൊണ്ട് ഞാൻ കല്യാണം കഴിച്ച പെണ്ണിൻ്റെ കാര്യം എന്താണ്, ഇത് പ്രകാരം ദിനക്ഷത്രം അങ്ങനെയാണ് മറ്റേ ഇവിടുന്ന് പറഞ്ഞത്. നമ്മളെ മൂകാംബികയിൽ അവള് ഇത് പറഞ്ഞു കൊടുത്തപ്പോൾ അത് കുറേ കോമഡിയുള്ള സംഭവം. അവളും ഞാനും കൂടെ പറഞ്ഞിട്ട് കോമഡി ആയിട്ട് ചിരിച്ചു. അവള് ചിരിച്ച്, ഞാൻ ചിരിച്ചില്ല. കാരണം അവിടെ അങ്ങനെയാണ്. മൂകാംബികയില് വഴിപാട് കഴിക്കുമ്പോൾ ആളുടെ പേരും നക്ഷത്രമൊക്കെ വിളിച്ച് അവിടുത്തെ നമ്പൂതിരി കുറച്ചൊരു പ്രത്യേക രീതിയിലാണ് വഴിപാട്. ഇവിടെ അത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഇവിടുത്തെ അമ്പലങ്ങളും ചെയ്യുന്നുണ്ട്. അവള് പക്ഷെ അതൊരു കോമഡിയായി പറഞ്ഞപ്പോൾ ഞാനത് പറഞ്ഞു. അപ്പൊ അത് രേവതി നക്ഷത്രം 5.5 പൊരുത്തേ ഉള്ളൂ. ഞാനും ഈ പറഞ്ഞ രേവതി നക്ഷത്രം കൂടെ 5.5 പൊരുത്തേ ഉള്ളൂ.
അഞ്ചര പൊരുത്തത്തിനുള്ള കാര്യങ്ങളൊക്കെ 2 വർഷത്തിനുള്ളിൽ തീർന്നു. ഇനി പൊരുത്തം കൂട്ടാൻ അവൾക്ക് പറ്റില്ല. അതിന് അവളൊന്ന് വേറെ ജനിക്കണം, ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ. അല്ലെങ്കിൽ എന്നെ കൊന്നിട്ട് ഞാൻ വേറെ ജനിക്കണം, എന്നിട്ട് അവൾ വീണ്ടും ജനിച്ചു വരണം. അപ്പോഴും പോയിക്കൊള്ളണമെന്നില്ല. കാരണം ഇത് ചേഞ്ച് ആക്കേണ്ടത്, ഓരോ വ്യക്തികളും ചേഞ്ച് ആക്കേണ്ടത് അവരുടെ സ്വഭാവമാണ്. ഞാൻ പറഞ്ഞല്ലോ, ആത്മാവിനെ പറ്റി പറഞ്ഞല്ലോ, തമർത്തണം. എന്നെ തമർത്തി എൻ്റെ ആത്മാവിനെ പുറത്തേക്ക് എടുത്താലും ഈ ആത്മാവിനെ ചേഞ്ച് ആക്കാൻ ഒരാൾക്കും കഴിയും. എനിക്ക് തന്നെ കഴിയും, എനിക്ക് തന്നെ കഴിയും. ആ പണി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവരിട്ട് എനിക്കിട്ട് പണി തന്നു. അപ്പൊ അത് കഴിഞ്ഞു. പിന്നെ അനവധി പ്രണയത്തെ പറ്റി ഇങ്ങനെ പറയുകയാണെങ്കിൽ, പെണ്ണ് കേസിൽ കുറേ പെണ്ണുങ്ങൾ പല ടൈപ്പ്. അപ്പൊ അതിൻ്റെ ഇടയിൽ എൻ്റെ അനുഭവത്തിൽ ഒരു പെണ്ണ് അനുഭവിച്ച ആളിപ്പോ അച്ഛമ്മേട്ടാ. അച്ഛമ്മ പറഞ്ഞാൽ അച്ഛമ്മയും അമ്മൂമ്മയും ഒക്കെയാണ്. ഈ അച്ഛമ്മ അമ്മൂമ്മ ഒക്കെ ആയിരിക്കുന്ന സമയത്ത് ആ സ്ത്രീയുടെ മകൻ എന്ത് ചെയ്തു? മകന്റെ ഭാര്യയും മക്കളെയും കൂട്ടിയിട്ട് ഭാര്യ വീട്ടിൻ്റെ അടുത്തേക്ക് താമസം മാറി. ആ സ്ത്രീ, അതായത് ആ അച്ഛമ്മ എൻ്റെ അച്ഛൻ വേണ്ട രീതിയിൽ, അതായത് അത്രയും ബന്ധമുണ്ട്, ആ ബന്ധത്തിന്റെ പേരിൽ വേണ്ട രീതിയിൽ സഹായ സഹകരണങ്ങൾ, അതുകൂടാതെ അവിടെ കുറച്ചു കാലം നിന്ന്, അതും കൂടാതെ പിന്നെ ഞാൻ താമസിക്കുന്ന കുഞ്ഞു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അപ്പൊ ഞാൻ പഠിച്ചു എന്തുകൊണ്ടാണ് അവരെ വിട്ട് അവരുടെ മകനും ഭാര്യയും മക്കളും പോയത്. പിന്നീടും അവരുടെ ഭാര്യയ്ക്കും അവരുടെ മകനും ഭാര്യയ്ക്കും മക്കൾക്കും ഇവരാവശ്യം വന്നു. എപ്പോന്ന് വെച്ചാൽ ഇവരുടെ മക്കളുടെ കല്യാണത്തിന്റെ സമയത്ത് മാത്രം. അതിൻ്റെ ഇടയിൽ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ അച്ഛമ്മയെ ഇവരുടെ പെൺകുട്ടികൾ കൂട്ടിക്കൊണ്ട്, 2 പെൺകുട്ടികളും അവർ കൂട്ടിക്കൊണ്ട്. അപ്പൊ എന്താന്ന് വെച്ചാൽ ഈ ആണുങ്ങൾ എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ല, നായ്ക്കളെ പോലെ അത് പല ഐറ്റം നായ്ക്കളും പല രീതിയിലായിരിക്കും. പെണ്ണുങ്ങൾ പൂച്ചകൾ. ഇത് ഞാൻ പറഞ്ഞതല്ല, റിസർച്ചിന്റെ ഫലമായിട്ട് എല്ലാവരും ഒരേപോലത്തെ പൂച്ചകളല്ല, എല്ലാവരും ഒരേപോലത്തെ നായ്ക്കളല്ല. പക്ഷെ അതിന് ഭംഗി, അതായത് നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ടല്ലോ, അമ്മയെ തല്ലിയാൽ 2 അഭിപ്രായം. ഇപ്പൊ ഞാനൊരു അഭിപ്രായം പറഞ്ഞത് സത്യം പറഞ്ഞാൽ ഒരു തല്ല് കിട്ടിയതിനേക്കാളും വേദനയായിരിക്കും. അതെന്നെ കൊണ്ട് പറയിപ്പിച്ചത്. പെങ്ങൾക്കും നല്ല തല്ലിൻ്റെ കയ്യിൽ നിന്ന് നന്നായിട്ട് ചെറുപ്പത്തിൽ നന്നായി കിട്ടിയിട്ടുണ്ട്. അവളുടെ മെച്ചൂരിറ്റി ആയതിൻ്റെ ശേഷം ഞാൻ തൊട്ടിട്ടില്ല. പിന്നെ അവളായി. അതുവരെ എൻ്റെ കയ്യിൽ നിന്ന് നല്ല തല്ല് കിട്ടിയിട്ടുണ്ട്. കാരണം എന്നെയായിട്ട് നല്ല കുരുത്തക്കളാണ് പെങ്ങള്. ഒന്നേ ഉള്ളൂ, ഒന്നുള്ളെങ്കിൽ ഓലക്കൊണ്ട് തല്ലണം എന്നാണല്ലോ പണ്ടേ കാരണന്മാരെ ചൊല്ല്. എനിക്കൊരു പെങ്ങളെ നേരമുള്ളൂ, അതെൻ്റെ താഴെ. അപ്പൊ എന്നെ എടാ പോടാന്നൊക്കെ വിളിക്കുമ്പോൾ നല്ല തല്ല് തരും. നല്ല തല്ല് എന്ന് പറഞ്ഞാൽ മുട്ടിയൊക്കെ, എനിക്ക് നല്ല ഓർമ്മ ഉണ്ട്. എന്നിട്ട് ഇപ്പൊ ഇങ്ങനെ ആലോചിക്കുമ്പോൾ സങ്കടം വരും. മുട്ടിയൊക്കെ പിടിച്ച് വലിച്ചടിച്ച് മോന്ത കുറ്റിയുണ്ട് പൊട്ടിക്കും. കരഞ്ഞൊരു വയ്ക്കാവും. നല്ല ഓർമ്മ ഉണ്ട്. അത് പോയി, ആ വേദനയൊക്കെ അവളുടെ അടുത്ത് നിന്ന് പോയി. പക്ഷെ ആ അടി കിട്ടിയതിന്റെ പേരിൽ ഇച്ചിരി പേടിയുണ്ടാവും. ഒരു പക്ഷെ അത്രയും പാപം പെങ്ങളോട് ഞാൻ ചെയ്തിട്ടുള്ളതിന്റെ അനന്തരഫലമായിരിക്കും അവള് എനിക്കിട്ട് തന്ന ഹോസ്പിറ്റലിലെ ആ ഒരു സിഗ്നേച്ചർ. കാരണം രക്തബന്ധത്തിന്റെ സിഗ്നേച്ചറാണ് അവര് ഇഞ്ചക്ഷൻ അടിക്കാൻ തുടങ്ങുള്ളൂ. ഇനിയും അങ്ങനെ തന്നെ കേട്ടാ. ഈ 2 പേരും മാത്രമേ ഇപ്പൊ രക്തബന്ധമുള്ളൂ. 2 പേരല്ല, ആ 2 പേരിൽ നിന്നും വീണ്ടും 2 പേരുണ്ടായിട്ടുണ്ട്. 2 പേരിൽ നിന്നല്ല, ഒരാളിൽ നിന്നും വീണ്ടും 2 പേരുണ്ടായിട്ടില്ല. ബാക്കിയുള്ള രക്തബന്ധങ്ങളൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇവരില്ലാതാവും. അതുവരെ ഞാൻ ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവും. അതാണ് ഈ ആത്മാവ് എന്ന് പറഞ്ഞ സാധനം. ഇതിനെപ്പറ്റി ആരും റിസർച്ച് വല്ലാതെ ചെയ്യുന്നുണ്ട്. ഞാനിതും ചെയ്യുന്നുണ്ട്, പെണ്ണിനെ പറ്റിയും റിസർച്ച് ചെയ്യുന്നുണ്ട്, ആണിനെ പറ്റിയും റിസർച്ച് ചെയ്യുന്നുണ്ട്. ഞാൻ ചെയ്യുന്ന റിസർച്ച് എന്ന് പറഞ്ഞാൽ
AI ഇപ്പൊ അതാണല്ലോ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത്. BI, പിന്നെ DI, പിന്നെ EI. AI പറയുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, BI എന്ന് പറയുമ്പോൾ ബിസിനസ് ഇന്റലിജൻസ്, DI എന്ന് പറയുമ്പോൾ ഡിവൈൻ ഇന്റലിജൻസ്, EI എന്ന് പറയുമ്പോൾ എനിമി ഇന്റലിജൻസ്, പിന്നെ EF, അങ്ങനെ കുറേ പോകുന്നുണ്ട് കേട്ടോ. ഒക്കെ ഇന്റലിജൻസ്. Z വരെ എടുത്തു കഴിഞ്ഞാൽ അതിനൊക്കെ ഓരോന്ന് ചേർത്തിട്ട് ഒരു ഐ ഇട്ടിട്ട് അതിനെ പറ്റിയിട്ട് നമുക്ക് റിസർച്ച് ചെയ്യാം. ഇപ്പൊ തൽക്കാലം ഞാൻ ഈ 4 എടുക്കുന്നുണ്ട്. ആ റിസർച്ചും അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനിങ്ങനെ ഇടയ്ക്ക് പോസ്റ്റ് ചെയ്യും. അത് ഓരോരോ വിഷയങ്ങളായിട്ട്. ഇപ്പൊ പെണ്ണ് വിഷയം എന്ന് പറഞ്ഞാല് എന്താ പറയാ, WI വരും, വിമൺ ഇന്റലിജൻസിൽ വരും. അതിൽ അനന്തരമായി കാര്യങ്ങൾ പറയാനുണ്ട്. കാമശാസ്ത്രത്തിൽ വാത്സല്യായനൻ എഴുതി വെച്ചിട്ടുള്ള നിരവധി കാര്യങ്ങൾ. സ്ത്രീകളിലെ ചിത്രണി, ശങ്കിനി, മോഹിനി, കാമിനി, അങ്ങനെ 9 എണ്ണായിട്ടുണ്ട്. അതിലിപ്പോ 4 ആദ്യം പറയും, പിന്നെ അതിനെ ഡിവൈഡ് ചെയ്ത് 9 പറയും. പിന്നെ കാമശാസ്ത്രത്തിൽ നിരവധി കാര്യങ്ങളുമായി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. അത് നമ്മുടെ വേദശാസ്ത്രങ്ങൾ. ഇതൊന്നും വല്ലാതെ വില വയ്ക്കാതെ വക വയ്ക്കാതെയൊക്കെയാണ് ഇന്നത്തെ കാലത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിയല്ല എന്നല്ല, അവർ ചെയ്തത് എന്താണോ അതാണ് അവർക്ക് ശരി, ഞാൻ ചെയ്തത് എന്താണോ അതാണ് എനിക്ക് ശരി. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ, ഇപ്പൊ പണ്ടത്തെ ഒരു കഥ ഞാൻ പറഞ്ഞു. ഒരു അച്ഛമ്മ, അവരുടെ മകൻ, ഭാര്യ, കുട്ടികൾ വിട്ടുപോയി. ആ അച്ഛമ്മയെ തൻ്റെ അച്ഛൻ വീട്ടിലേക്ക് കൊണ്ടുവന്ന് നോക്കി. പിന്നെ അവരുടെ പെൺകുട്ടികൾ അവരെ വിളിച്ചുകൊണ്ട് പോയി. പിന്നെ അവര് ഈ മക്കളുടെ കല്യാണത്തിന്റെ സമയത്താണ് അവർക്ക് ഈ അച്ഛമ്മയെ ആവശ്യം വന്നു. ഇന്നും ജീവിച്ചിരിപ്പുണ്ട് കേട്ടോ, ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. പക്ഷെ ആണുങ്ങളായിട്ട് കളിക്കുമ്പോൾ ചില സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നതല്ല. ചിലർ ഓക്കെ. എൻ്റെ പ്രണയത്തെ പറ്റി കുറെ പറയാനുണ്ട്. അപ്പൊ ഞാൻ മുഴുവനായിട്ട് വിഷയത്തിലേക്ക് എത്തിയില്ല. പ്രണയങ്ങൾ അനവധി ഉണ്ട്. ബാക്കി പെണ്ണ് വിഷയമായിട്ട് മാക്സിമം ഒരു 10 എണ്ണമൊക്കെ ചെയ്യണമെന്നുണ്ട്. ഈ പെണ്ണ് വിഷയത്തിന്റെ ബാക്കിയുള്ള വിഷയങ്ങൾ സംസാരിക്കാൻ വീണ്ടും വരുന്നതാണ്. എനിക്കൊരു ഭ്രാന്തുമില്ല. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഭ്രാന്താണെങ്കിൽ അത് ചങ്ങലക്കിട്ടാ തീരാവുന്ന കേസുകൾ. പക്ഷെ ഈ ചങ്ങല ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങും. ചങ്ങല അമ്മ, പെങ്ങള്, ബാക്കിയുള്ള കുടുംബക്കാര്, അവരൊക്കെ ഇവർക്കൊക്കെ ഭ്രാന്തായാല് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എനിക്കൊന്നും ചെയ്യാനില്ല. ഇതുപോലെ ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് വീഡിയോ ഇടും. നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി ചേർന്നിട്ട്, അമ്മയുടെ കുടുംബത്തിലുള്ളവർക്കും എൻ്റെ അച്ഛൻ്റെ കുടുംബത്തിലുള്ളവർക്കും എല്ലാവർക്കും കൂടെ ചേർന്നിട്ട് റിയലായിട്ട് എനിക്ക് ഭ്രാന്താണെന്ന് തോന്നിയാൽ വാ, എനിക്കൊന്നേ പറയാനുള്ളൂ. വാ, ഞാൻ ഇന്നും നാളെയും കൂടെ ഇവിടെ ഉണ്ടാവും, ഈ വീട്ടിൽ തന്നെ ഉണ്ടാവും. വാ, വന്നിട്ട് മാക്സിമം മറ്റന്നാളെ തൊട്ട് ഞാൻ ഒന്നുകിൽ തൃശ്ശൂർ അല്ലെങ്കിൽ കോഴിക്കോട് വാടകയ്ക്ക് മാറാൻ പോവാണ്. എനിക്കൊരു ബിസിനസ് ആവശ്യമായിട്ട് അങ്ങോട്ട് മാറാൻ പോവാണ്. അതിൻ്റെ ഉള്ളിൽ വാ. അവിടെ വന്നിട്ട് നിങ്ങൾക്ക് എന്നെ ഇറക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ റിസ്ക് ആയിരിക്കും. കാരണം ഞാൻ വേറൊരു സ്ഥലത്ത് മാറിയില്ലേ. അവിടുന്ന് ഞാൻ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യും, കഥകൾ പറയും, എനിക്കറിയാവുന്ന കഥകൾ പറയും. അത് ആരൊക്കെ പറ്റി, ചിലപ്പോൾ പേര് പറയും, ചിലപ്പോൾ പേര് പറഞ്ഞില്ല എന്ന് വരും. ഇന്നും നാളെയും കൂടെ ഇവിടെ ഈ വീട്ടിൽ തന്നെ ഉണ്ടാവും. നിങ്ങൾ വാ, വന്ന് തീർക്കാനുള്ള എന്തെങ്കിലും വകുപ്പുണ്ടെങ്കിൽ വേണമെങ്കിൽ നമ്മുടെ ചേതനയിലെ സുരേഷ് ഡോക്ടറിനെ വിളിച്ചോ, നേരെ ഇഞ്ചക്ഷനായിട്ട് വാ, ഞാൻ അവിടെ ഉണ്ടാവും. എന്നൊന്ന് പോകണം, തൃശ്ശൂർ ഒന്ന് പോകണം. എന്നിരുന്നാലും നിങ്ങൾ എനിക്ക് ഭ്രാന്താണെന്നുള്ള തെളിവുമായിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ വരാം. നിങ്ങൾ പറയുന്ന ഏത് ഹോസ്പിറ്റലിലേക്ക് ഞാൻ വരാം. നിങ്ങൾ 2ാമതോ 3ാമതോ ഇഞ്ചക്ഷൻ അടിച്ച് തീർക്കണേ. തീർത്തിട്ടില്ലെങ്കിൽ ഇനി ഒരു ഇഞ്ചക്ഷൻ എൻ്റെ ശരീരത്തിൽ കയറി, എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ ഒരു ഇഞ്ചക്ഷൻ എൻ്റെ ശരീരത്തിൽ കയറിയിട്ട് പിന്നെ എനിക്ക് ബോധം വന്നാൽ ഞാൻ എന്താ ചെയ്യാന്നുള്ളത് എനിക്ക് തന്നെ പറയാൻ പറ്റില്ല.
അത് വാണിങ്ങാണ്. അത് അമ്മയ്ക്കും പെങ്ങൾക്കുള്ള വാണിങ്ങല്ല, മൊത്തത്തിലുള്ള വാണിങ്ങാണ്. ഞാൻ എന്താ ചെയ്യാന്നുള്ളത് എനിക്ക് എന്നെ പറയാൻ പറ്റില്ല. അത് ഏത് രീതിയിലും ആവാം. ആത്മീയമായ രീതിയിൽ ചിലപ്പോൾ ആയിരിക്കാം, അതല്ലെങ്കിൽ ക്രിമിനലായിരിക്കും. പക്ക എന്നെ എൻ്റെ ഉള്ളിൽ ഞാൻ, മോഹൻലാൽ പറഞ്ഞ പോലെ എൻ്റെ ഉള്ളിൽ ഞാൻ തന്നെ തളർത്തി വെച്ചിട്ടുള്ള ഒരു മൃഗമുണ്ട്. മൃഗം. ആ മൃഗത്തിനെ പുറത്തേക്ക് എടുക്കരുത്. ആ മൃഗത്തിനെ ഞാനൊരു പക്ഷിയാക്കി മാറ്റിക്കൊണ്ടിരിക്കും. അതിനിടയിൽ എനിക്ക് തടസ്സം നിൽക്കരുത്. എനിക്ക് തടസ്സം വന്നാൽ ഞാൻ ആ വഴികൾ മൊത്തം വെട്ടി തെളിച്ച് വേറെ വഴിയിലൂടെ പോകാറാണ് സാധാരണ പതിവ്. പക്ഷെ ചില തടസ്സങ്ങൾ നമുക്ക് ഭയങ്കരമായ തടസ്സമാകുമ്പോൾ പ്രതികരിക്കും. അതാണ് ഈ പെണ്ണ് വിഷയത്തിൽ ഞാൻ ഇന്നലെ അമ്മേനെയും പെങ്ങളെയും പ്രത്യേകം എടുത്ത് പറഞ്ഞു. ഇന്നിപ്പോൾ വേറൊരാളെ കഥ കൂടെ പറഞ്ഞു. ഇനി എൻ്റെ പഴയ കാമുകിമാരുടെ കഥകളൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ വരാം. ഒരു 10 എപ്പിസോഡ്. നല്ല രസമായിരുന്നു. ഈ പെണ്ണ് കേസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പെണ്ണുങ്ങളെ. എല്ലാവരോടും ഭയങ്കര സ്നേഹമാണ്. സ്നേഹം എന്ന് പറഞ്ഞാൽ അതായത് കാറ്റഗറിയിലുള്ള ആളുകളോട് അതായത് രീതിയിൽ ഭയങ്കര സ്നേഹമാണ്. ഭാര്യയോട് എന്താ സ്നേഹമില്ലേ? സ്നേഹം തന്നെയാണ്. പക്ഷെ അത് അന്ന് വരെ ഉണ്ടായിരുന്നു, ഇനി ഇല്ല. ഇനി ഭാര്യയെ മാറ്റും. അത് മാറ്റാൻ പറ്റിയിട്ടില്ലേ? പെണ്ണ് വേറുണ്ട്, പെണ്ണുങ്ങള് വേറെ ഇഷ്ടം പോലെ ഉണ്ട്. സെറ്റാക്കും. അത് അവൾക്കും കൂടെ ഒരു പണിയാണ്.